ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് അപ്രോക്സിമേഷൻ മെത്തേഡ്, എന്തിനാണ് അപ്രോക്സിമേഷൻ മെത്തേഡ്, വൈ വി നീഡ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്രോക്സിമേഷൻ മെത്തേഡ് ആദ്യം തന്നെ നമുക്ക് എന്തിനാണ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്നതൊന്ന് പരിശോധിക്കാം. ഓക്കെ, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നമുക്കറിയാം. ഹൈഡ്രജന്റെ കേസിൽ വരെ നമുക്കറിയാം. 1 ഡയമെൻഷണൽ ബോക്സ് മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. 1 ഡയമെൻഷണൽ മോഷൻ ആയാലും, പിന്നെ അത് 2 or 3 ഡയമെൻഷണൽ ബോക്സ് ആയാലും, അതല്ലെങ്കിൽ സർക്കുലർ മോഷൻ ആയാലും, വൈബ്രേഷണൽ മോഷൻ ആയാലും, അഥവാ സിമ്പിൾ ഹാർമോണിക് ഓക്സിലേറ്റർ ആയാലും, അതേപോലെ റിജിഡ് വാട്ടർ ആയാലും, ഓർ ഹൈഡ്രജൻ ആറ്റം ആയാലും നമുക്ക് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ അറിയാം. അത് വളരെ കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാം. അപ്പൊ ഒരു 1 ഇലക്ട്രോൺ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നമുക്ക് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റും. അതിനകത്തുള്ള എനർജി ആസ് വെൽ ആസ് വേവ് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഒരു 1 ഇലക്ട്രോൺ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം. ഇനി ഈ 1 ഇലക്ട്രോൺ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ 1 ഇലക്ട്രോൺ ആയിട്ട് പോലും ഒരുപാട് നീണ്ട മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലൂടെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അത് എനർജി ആയാലും വേവ് ഫംഗ്ഷൻ ആയാലും ഒക്കെ തന്നെ ഒരു ലെങ്തി മാത്തമാറ്റിക്സ് അതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. സോ ഈവൻ ഫോർ 1 ഇലക്ട്രോൺ സിസ്റ്റം ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ടീഡിയസ്. അപ്പോ ഒന്നിലധികം ഇലക്ട്രോൺസ് ഉള്ള കേസിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് എക്സാക്ട്ലി സോലുബിൾ അല്ലാത്ത ഒരു പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരും. അപ്പൊ ഒരു ഹീലിയം ആറ്റം നമ്മൾ പരിഗണിച്ചാൽ നമുക്കറിയാം 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഹീലിയം ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം 2 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ തന്നെ അവ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഫീൽഡ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും. അവ തമ്മിൽ ഇന്റർ ഇലക്ട്രോണിക് ഇന്ററാക്ഷൻ, റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഉണ്ടാവും. അപ്പം പുതിയ കുറെ ടേംസ് അതിനകത്ത് വരും. അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി സോൾവബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കടക്കുന്നത്. എക്സാക്ട്ലി ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടാത്തൊരു പ്രശ്നം വരും. For 1 electron system it is easy to solve, or not easy, we can solve that equation and we can find out the exact energy as well as wave function. അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം അതാണ് നമ്മുടെ ഇക്വേഷൻ. റൈറ്റ്, നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. Using Born-Oppenheimer approximation, we are excluding the kinetic energy part of the nucleus. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും ഫസ്റ്റ് ഒരു ഇലക്ട്രോൺ ഉള്ളതുകൊണ്ടാണ് 1 എന്ന് ഇടാതിരിക്കുന്നത്. അപ്പൊ ഇത് ദിസ് കൈനറ്റിക് എനർജി പാർട്ട് ഓഫ് ദ ഓൺലി ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി പാർട്ട്. പൊട്ടൻഷ്യൽ എനർജി പാർട്ട്. അപ്പോ hydrogen atom and this R, this is the electron R1, or simply we can put it as R because we have only 1 electron. Now this R, distance between the nucleus and the electron, only 1 electron is there, and there is an interaction between the nucleus and electron, that electrostatic interaction. This electrostatic interaction between the nucleus and the electron creates a potential. So this is our potential energy part. So നമ്മുടെ potential energy part is squared by R. Okay. അപ്പോൾ ഒരു hydrogen we can put it as simply H1, or it is the exact equation of Schrödinger equation of hydrogen atom and solvable, and it is solvable. നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. നമ്മൾ എനർജി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതേപോലെ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഹീലിയത്തിന്റെ കേസ് എടുക്കാം. ഹീലിയം ആകുമ്പോ നമുക്ക് 2 ഇലക്ട്രോൺസ് വരും, E1 ആൻഡ് E2, റൈറ്റ്? Then R1 and R2. Then the distance between 2 electrons we can put it as
സിംപ്ലി R. അപ്പോൾ ഒന്നാമത്തെ ഇലക്ട്രോണിന്റെയും രണ്ടാമത്തെ ഇലക്ട്രോണിന്റെയും കൈനറ്റിക് എനർജി പാർട്ട് വരും. ദാറ്റ്സ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/2 del 1 square minus 1/2 del 2 square. Right? Minus E1 square. Okay, E1 square. Simply E1 square. Sorry, E square. E square by R1 minus E square by R2 plus E1 into E2. That is E square by R. അത്രയും ടേംസ് വരും. ഒരു 2 ഇലക്ട്രോൺ സിസ്റ്റം ആകുമ്പോൾ തന്നെ അത്രയും ടേംസ് നമുക്ക് വരും. Right? ഇനി ഈ del 1 and R1 we can write like this. That is 1/2 del 1 square minus E square by R1. So we can put it as H1. Okay. It's Hamilton for H1 or H10. And for the second electron minus E square by R2. The equation is just similar to that for hydrogen atom. So we can put it as H2 naught. Okay. So this part and this part together we can write it as H10 plus H20. Then another part is there, that is inter-electronic interaction part. It's also created potential. ആ പാർട്ട് അവിടെ ബാക്കി കിടക്കും. E square by R. അപ്പൊ നമുക്ക് ഹൈഡ്രജൻ ആറ്റം എക്സാക്ട്ലി സോൾവബിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം. പക്ഷെ ഒരു ഇലക്ട്രോൺ കൂടുതലുള്ള ഹീലിയം ആകുമ്പോഴേക്കും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം എന്താണ്, അവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പാർട്ട്, ഒരു ടേം നമ്മുടെ ഇക്വേഷനിൽ ഉണ്ട്. അതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അതേപോലെ തന്നെയാണ് നമ്മളുടെ എന്താ പറയാ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി പാർട്ട് ½ kx² ആണ് അല്ലേ. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ പൊട്ടൻഷ്യൽ എനർജി ½ k² ആണ്. ഇനി ആ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ പകരം ആ ഓസിലേഷൻ എൻഹാർമോണിക് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ കുറച്ച് ടേം കൂടി വരും, ax³ plus bx⁴ something like that. Here there is a kinetic energy part, right? So അപ്പൊ നമ്മുടെ ആക്ച്വൽ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന് പുറമെ ഒരു ഒന്നോ രണ്ടോ അഡീഷണൽ ടേം കൂടി അൻഹാർമോണിക് ഓസിലേറ്ററിൽ വരും. അപ്പൊ നമുക്കത് എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റാത്ത കേസ് വരും. അപ്പൊ ചില കേസിൽ എക്സാക്ട് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം, ഇവിടെ ഓസിലേഷൻ, അവിടെ എന്താ പറയാ ഇലക്ട്രോണിന്റെ നമ്പറിലെ വ്യത്യാസമല്ല, പകരം ഓസിലേഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. ഓസിലേഷൻ ഹാർമോണിക് ഓസിലേഷൻ എൻഹാർമോണിക് ഓസിലേഷൻ ആയിട്ട് മാറുന്ന കേസാണ്. അപ്പൊ ഇത് ഇപ്പൊ ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ പറഞ്ഞാല്, വൺ ഡയമെൻഷണൽ ബോക്സ്. വൺ ഡയമെൻഷണൽ ബോക്സിനെ സംബന്ധിച്ചിടത്തോളം എക്സാക്ട്ലി നമുക്കറിയാം ഇക്വേഷൻ എന്തൊക്കെയാണുള്ളത്. ഓൺലി ട്രാൻസ്ലേറ്റഡ് മോഷൻ ഇസ് ദ, നമുക്ക് എനർജി ഇക്വേഷൻ അറിയാം, n² z² h² by 8ma², right? Or n² z² h cut or h cross square by 2e. അപ്പൊ ഇവിടെ wave function, wave function is equal to √2/a sin n pi x/a. ഇത് നമുക്ക് എക്സാക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റിയതാണ്. രണ്ടും നമുക്ക് സോൾവ് ചെയ്യാം. റൈറ്റ്. ഇനി ഈ ഒരു ബോക്സിന്റെ ഓർക്കണം, ഇത് 0 to a എന്നാണ് നമ്മളുള്ളത്. 0 to a എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് an asymmetric
പൊട്ടൻഷ്യൽ വെൽ ആണ്. പൊട്ടൻഷ്യൽ വെൽ. ഇറ്റ്സ് എൻ അസിമെട്രിക് പൊട്ടൻഷ്യൽ വെൽ. ഇനി പകരം -12 to +12 ആണ്. 0. It is a symmetric potential well. Symmetric potential well. Asymmetric ആകുമ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കും. സിമെട്രിക് പൊട്ടൻഷ്യൽ വെൽ ആകുമ്പോൾ സിമെട്രിക് പൊട്ടൻഷ്യൽ വെൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇക്വേഷൻ psi equal to √2/a cos n pi x by a for odd number of n, and which is equal to, or psi is equal to √2/a sin n pi x by a for n is even. രണ്ട് സൊല്യൂഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന we get the same result. Okay, സെക്കൻഡ് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടും. ഡസന്റ് മാറ്റർ, ആൻഡ് വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ് പോയിന്റ്. അപ്പോ രണ്ട് സൊല്യൂഷൻ ഏത് വേണം നമുക്ക് എടുക്കാം. ഫോർ സിമെട്രിക് ഈവൻ നമ്പർ ഓർ ഓഡ് നമ്പർ, ദാറ്റ് ഡിപെൻഡ്സ്. അസിമെട്രിക് ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം. ഡസന്റ് മാറ്റർ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഞാൻ പറഞ്ഞു തന്നതല്ല, സൊല്യൂഷനെ കുറിച്ചിട്ടല്ല. 0 to a എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വെല്ല് ഇലക്ട്രോൺ ഓസിലേറ്റ് ചെയ്യണം. സോറി, ട്രാൻസ്ലേറ്ററി മോഷൻ, മൂവിംഗ് ടു ആൻഡ് ഫ്രോ. ഇതിന്റെ ആവറേജ് മൊമെന്റും അതേപോലെ തന്നെ ആവറേജ് പൊസിഷനും ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഒരു പൊട്ടൻഷ്യൽ വെല്ലിന്റെ ഷേപ്പ് സപ്പോസ് ലൈക്ക് ദിസ്. ഇവിടെ ഒരു ഉയർച്ച ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഇക്വേഷനും ആ കാൽക്കുലേഷനും നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിരിക്കുന്ന ഇക്വേഷനും കാൽക്കുലേഷനും മതിയായിരുന്നു വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പുതിയൊരു ടേം കൂടി അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ ഒരു അപ്രോച്ച് നടത്തേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഇത് സ്ലാന്റഡ് ബോട്ടം ആണ് വിചാരിച്ചു. ജസ്റ്റ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് suppose this disturbance, you can call it as like that. അത് V ആണെന്ന് വിചാരിക്കും. ഇതാണ് അതിന്റെ ബോട്ടം. ഇറ്റ് ഈസ് ദ ആക്ച്വൽ ബോട്ടം, റൈറ്റ്? ഇറ്റ് ഈസ് ദ ആക്ച്വൽ ബോട്ടം. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ബോക്സ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം നമുക്ക് അറിയാവുന്ന ഒരു സൊല്യൂഷൻ വെച്ചിട്ട്, ഇത് നമുക്കറിയാം, ആക്ച്വൽ വൺ ഡയമെൻഷണൽ ബോക്സ് നമുക്കറിയാം, അതിൽ നിന്ന് ഈ ആൻസർ കണ്ടുപിടിക്കണം. അത്തരം കേസുകളിലൊക്കെ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഒന്നിലധികം ഇലക്ട്രോൺസ് വരുമ്പോൾ, അതല്ലെങ്കിൽ ഓസിലേഷനിലൊക്കെ വ്യത്യാസം വരും, അതല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും രീതിയിലുള്ള നമ്മുടെ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻസർ അറിയാവുന്ന ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ, അത്തരം കേസിലൊക്കെ നമുക്ക് ചില വ്യത്യസ്തമായ അപ്രോച്ച് നടത്തേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്താലേ നമുക്ക് എനർജിയും വേവ് ഫംഗ്ഷനും കിട്ടുള്ളൂ. അപ്പൊ ഇത്തരം കേസുകളിൽ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എക്സാക്ട് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഇലക്ട്രോൺ ഒന്നിലധികം ആയാൽ മതി, അല്ലെങ്കിൽ ഓസിലേഷൻ വ്യത്യാസമായാൽ മതി, അതല്ലെങ്കിൽ ഷേപ്പിൽ വ്യത്യാസം, ബോക്സിന്റെ ഷേപ്പിൽ വ്യത്യാസം വന്നാൽ മതി. ഇതിനകത്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ച് നമ്മൾ നടത്തേണ്ടി വരും. കാരണം ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എക്സാക്ട് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. അത്തരം ഘട്ടങ്ങളിലാണ് നമ്മൾ അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അത്തരം കേസിൽ നമ്മൾ അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിക്കും. ഇനി അപ്രോക്സിമേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ടൂൾ ഓർ എ സിസ്റ്റമാറ്റിക് approach. This is a tool or systematic approach for obtaining approximate solution. It is a tool or a systematic approach for obtaining
solution, approximate solution, not exact solution, approximate solution to problems that we have already discussed. അല്ലെങ്കിൽ it is a tool or systematic approach for obtaining solution, approximate solution and getting the energy, approximate energy as well as wave function. അപ്പൊ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് നമ്മള് ഓർത്തോണം, നമ്മളൊരു 2 ഇലക്ട്രോൺ സിസ്റ്റം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന എനർജിയും വേവ് ഫംഗ്ഷനും വളരെ വ്യത്യസ്തമായിരിക്കും, എറർ വളരെ കൂടുതലായിരിക്കും. അതല്ലെങ്കിൽ സ്ലാൻഡഡ് ബോട്ടം എന്ന് പറയുന്ന ഒരു 1 ഡയമെൻഷണൽ ബോക്സിൽ നമ്മൾ ആക്ച്വലി നമുക്ക് അറിയാവുന്ന 1 ഡയമെൻഷണൽ ബോക്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് തെറ്റായിരിക്കും. ഒരു അൻഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലായിരുന്നു നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ SHO വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ തെറ്റിപ്പോകും. അത്തരം കേസിൽ നമുക്ക് ഏകദേശം ഒരു വാല്യൂ നമ്മൾ ഒറിജിനൽ വാല്യൂ അടുപ്പിച്ചിട്ട് ഒരു വ്യത്യസ്തമായ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്താണോ വ്യത്യാസം, ആ വ്യത്യാസം കൂടി നമ്മളുടെ ഒറിജിനൽ വാല്യൂവിന്റെ കൂടെ കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഓൾമോസ്റ്റ് എക്സാക്ട് ആയിട്ടുള്ളത്. അപ്പോഴും 100% എക്സാക്ട് ആണെന്നില്ല, ഏകദേശം നമുക്ക് എന്താ പറയാ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വാല്യൂയിലേക്ക് നമ്മൾ എത്തുന്നത്. ഇനി ഈ അപ്രോക്സിമേഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് എ ടൂൾ ഓർ സിസ്റ്റമാറ്റിക് അപ്രോച്ച്. അത് 2 തരമാണുള്ളത്. അതില് ഒന്നാമത്തത് perturbation method or perturbation theory. Perturbation method or perturbation theory. രണ്ടാമത്തത് variation or sometimes called as variational method. Variation method. അതായത് നമ്മൾ ഒന്നാമത്തെ പെർട്ടർബേഷൻ മെത്തേഡ് ആണ് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത്. പെർട്ടർബേഷൻ നമുക്കറിയാം, പെർട്ടർബേഷന്റെ മലയാളം അല്ലെ, ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഒരു ഡിസ്റ്റർബൻസ്, ഒരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കുക. സോ ഇറ്റ് ഈസ് എ സ്മോൾ ചേഞ്ച് ഓർ സ്മോൾ ഡിസ്റ്റർബൻസ്, സ്മോൾ ചേഞ്ച് ഓർ സ്മോൾ ഡിസ്റ്റർബൻസ്. അപ്പൊ നമ്മൾ ആക്ച്വലി ഉള്ള ഒരു സിസ്റ്റത്തില് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇത് നമ്മുടെ ആക്ച്വൽ 1 ഡയമെൻഷണൽ ബോക്സിനുള്ള ഒരു ഡിസ്റ്റർബൻസ് ആണ്, അതല്ലെങ്കിൽ ഇതൊരു ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, അപ്പൊ ആക്ച്വലി നമ്മൾ ഉള്ള ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും രീതിയിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പെർട്ടർബേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയാം. പെർട്ടർബേഷൻ ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് എ സ്മോൾ ചേഞ്ച് ഓർ എ സ്മോൾ ഡിസ്റ്റർബൻസ്. നമ്മൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇത് 2 തരമായിട്ട് തിരിക്കാം. വൺ ഈസ് ടൈം ഡിപ്പെൻഡന്റ്, another is time independent. ഈ ടൈം ഡിപ്പെൻഡന്റ് തന്നെ 2 ആയിട്ട് വീണ്ടും തിരിക്കാം. ഡീജനറേറ്റ് ആൻഡ് നോൺ ഡീജനറേറ്റ്. നോൺ ഡീജനറേറ്റ്. ഡീജനറേറ്റ്, അതേപോലെ തന്നെ ഇവിടെയും ഡീജനറേറ്റ്, നോൺ ഡീജനറേറ്റ്. അപ്പൊ 4 തരം പെർട്ടർബേഷൻ തിയറി വരുന്നത്. ടൈം ഡിപ്പെൻഡന്റ് ഡീജനറേറ്റ്, ടൈം ഡിപ്പെൻഡന്റ് നോൺ ഡീജനറേറ്റ്, ടൈം ഇൻഡിപെൻഡന്റ് ഡീജനറേറ്റ്, ടൈം ഇൻഡിപെൻഡന്റ് നോൺ ഡീജനറേറ്റ്. നമ്മുടെ തൽക്കാലം ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ തിയറി മാത്രമാണ് പഠിക്കുന്നത്. നമ്മുടെ സിലബസ് പ്രകാരം പോവുകയാണെങ്കിൽ ടൈം ഇൻഡിപെൻഡന്റ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ടൈം ഇൻഡിപെൻഡന്റ് പെർട്ടർബേഷൻ മെത്തേഡ്. ഇനി ഈ പെർട്ടർബേഷൻ മെത്തേഡ്
ഉപയോഗിക്കുന്നത്, പെർട്ടർബേഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ കേസിൽ there should be a small difference from the unperturbed system. അപ്പൊ നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് വൺ ഡയമെൻഷണൽ ബോക്സ്, ഒരു വ്യത്യാസമില്ല, ഒരു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേപോലെ തന്നെയാണ് ഇതിന്റെ എനർജിയും പിന്നെ വേവ് ഫംഗ്ഷൻ നമുക്കറിയാം. സോ ഇറ്റ് ഈസ് കോൾഡ് an unperturbed system. It's unperturbed, വ്യത്യാസമൊന്നുമില്ല. As usual, we can calculate the wave function as well as energy by solving Schrodinger wave equation. There is no change, there is no disturbance. Okay, it is unperturbed. ഇനി വേറെ എന്ത് പറഞ്ഞ പെർട്ടർബേഷൻ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ that perturbation should be small, the change should be small. ഇത്രയും വലിയൊരു ചേഞ്ച് വന്നാല് നമുക്ക് ചിലപ്പം കാൽക്കുലേറ്റ് ചെയ്താൽ തെറ്റിപ്പോകും. അപ്പോ ഒറിജിനലി ആക്ച്വലി നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത ഒരു സിസ്റ്റം, പെർട്ടർബേഷന്റെ മെത്തേഡ് പ്രത്യേകത അതാണ്, ഓൾറെഡി സോൾവ് ചെയ്ത ഒരു പ്രോബ്ലം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഡിഫറൻസ് അപ്പം തീർച്ചയായിട്ടും എന്തായിരിക്കണം, വളരെ ചെറുതായിരിക്കണം. അപ്പോഴേ നമുക്കൊരു ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടുള്ളൂ. റൈറ്റ്, വളരെ ചെറിയൊരു ഡിസ്റ്റർബൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു സോൾവ് ചെയ്ത സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ ഒരു സോൾവ് ചെയ്ത സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ പെർട്ടർബ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം സോൾവ് ചെയ്യുന്നത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഈ വൺ ഡയമെൻഷണൽ ബോക്സ് ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ സൊല്യൂഷൻ നമുക്ക് അറിയാം, അല്ലെങ്കിൽ അതിന്റെ എനർജിയും വേവ് ഫംഗ്ഷനും എക്സാക്ട്ലി നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ഒരു സിസ്റ്റത്തെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതുപോലെയുള്ള സിസ്റ്റത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ പിന്നെ എനർജിയും വേവ് ഫംഗ്ഷൻ ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് ഉള്ളതെങ്കിൽ, നമുക്ക് അതിന്റെ റിസൾട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിനെ തീർച്ചയായിട്ടും പെർട്ടർബേഷൻ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ നമുക്ക് ഓൾറെഡി സോൾവ് ചെയ്ത ഒരു സിസ്റ്റം നമ്മുടെ കയ്യിൽ ഉണ്ടാവും, എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഹീലിയത്തിന്റെ കേസ് നമുക്ക് സോൾവ് ചെയ്യാം. കാരണം ഹീലിയത്തെ നമുക്ക് 2 ഹൈഡ്രജൻ ആയിട്ട് കണക്കാക്കാം, പ്ലസ് E²/r. അപ്പൊ 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഹീലിയത്തിനെ അപ്രോച്ച് ചെയ്യാൻ നടത്തും. അപ്പൊ ഓൾറെഡി സോൾവ് ചെയ്ത ഒരു സിസ്റ്റം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് കമ്പയർ ചെയ്തിട്ടാണ് അതിന്റെ എന്തൊക്കെ എനർജി, അതിന്റെ വേവ് ഫംഗ്ഷൻ, അതിന്റെ ഹാമിൽട്ടോണിയൻ, ഇത്രയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അത്രയും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതേപോലെയുള്ള ഒരു പെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഹാമിൽട്ടോണിയൻ നമ്മൾ അറിയണം, ഇതിന്റെ വേവ് ഫംഗ്ഷൻ നമുക്കറിയണം, ഇതിന്റെ എനർജി നമുക്കറിയണം. അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് സോൾവ് ചെയ്ത സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയനും അതിന്റെ വേവ് ഫംഗ്ഷനും എനർജിയും നമുക്ക് അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്കറിയാതെ, അല്ലെങ്കിൽ പെർട്ടർബ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ എനർജിയും വേവ് ഫംഗ്ഷനും അതിന്റെ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ രണ്ടാമത്തെ പോയിന്റ്. വി ഷുഡ് ഹാവ് എ സോൾവ്ഡ് സിസ്റ്റം, എക്സാക്ട്ലി സോൾവ്ഡ് സിസ്റ്റം. Using the values of that exactly solved system, we can calculate or we can determine the approximate solution, approximate values for the perturbed system. Okay? എന്താണ് അതിന്റെ കണ്ടീഷൻ? ഒരു കാര്യം കൂടെ, ചെറിയ വ്യത്യാസം ഉണ്ട്, വളരെ വലിയ വ്യത്യാസമാണ്. നമുക്കത് അപ്രോക്സിമേഷൻ നടത്തിയാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ. ഈ 2 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി ഈ ഒരു അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ നമ്മൾ ഇതിന്റെ ഹാമിൽട്ടോണിയൻ നമ്മൾ H∩0 or H∩0 എന്ന് എഴുതും. Here this means an exactly solved system whose energy as well as wave function is known. Okay.
ഇനി ഈ ഒരു പെർട്ടർബേഷൻ പാർട്ടിന്റെ മാത്രം, അതാണ് നമ്മുടെ പ്രശ്നം. ആക്ച്വലി നമ്മൾ ആദ്യം ചെയ്യുന്നു, ആദ്യം എന്താണ്, ഇത് ഒരു വൺ ഡയമെൻഷണൽ ബോക്സ് ആണ്, യാതൊരു കുഴപ്പമില്ലാത്ത പെർട്ടർബേഷൻ എന്നുള്ള വൺ ഡയമെൻഷണൽ ബോക്സ് ആണെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഹാമിൽട്ടോണിയൻ വരുന്നു. അതിനുശേഷമാണ് ഈ ഒരു പെർട്ടർബേഷനെ കുറിച്ച് ആലോചിക്കുന്നത്. ആ പെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഡിസ്റ്റർബൻസിന്റെ ആ ഒരു വ്യത്യാസത്തിന്റെ ഹാമിൽട്ടോണിയൻ നമുക്ക് തൽക്കാലം എച്ച് ക്യാപ് പ്രൈം എന്നതാണ്. എച്ച് ക്യാപ് പ്രൈം. അപ്പൊ ഓർത്തോണം, ഇതില്ലെങ്കിൽ it is a one dimensional box and the Hamiltonian is h cap 0. അത് നമുക്കറിയാം. അതിന്റെ കൂടെ ഇതും കൂടി വരുമ്പോ സിസ്റ്റം ഈസ് പെർട്ടർബ്ഡ്. അപ്പൊ ആ പെർട്ടർബേഷന് നമുക്ക് ഒരു എച്ച് ക്യാപ് പ്രൈം എന്നൊരു ഹാമിൽട്ടോണിയൻ കൊടുക്കണം. അപ്പൊ ടോട്ടൽ ഹാമിൽട്ടോണിയൻ എച്ച് എന്ന് പറയുന്നത് എച്ച് ഈക്വൽ ടു എച്ച് ക്യാപ് നോട്ട് പ്ലസ് എച്ച് ക്യാപ് പ്രൈം എന്ന് വരും. where it is the Hamiltonian for perturbed system it is for unperturbed system and it is the perturbation. It is the perturbation term. ഇതാണ് നമ്മളുടെ പെർട്ടർബേഷൻ അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്റ്റർബൻസ് ടേം. ഇറ്റ് ഈസ് ദ പെർട്ടർബേഷൻ ടേം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ഹാമിൽട്ടോണിയൻ നമുക്കുണ്ട്. അതിന്റെ കൂടെ പെർട്ടർബേഷൻ ടേം അല്ലെങ്കിൽ അത് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ കൂടി ചേർത്താൽ നമുക്ക് പെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ കിട്ടും അല്ലെങ്കിൽ അതിന്റെ വാല്യൂസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഹീലിയം ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം, ഹീലിയം നമ്മൾ നേരത്തെ എഴുതി ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നു. ദാറ്റ് ഈസ് H10 പ്ലസ് H20 പ്ലസ് E² ബൈ R. R is the distance between two electrons. ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്ന Hamiltonian for hydrogen. Okay, since it is Hamiltonian operator, we can put cap. അപ്പൊ ഇത് രണ്ട് സ്റ്റാൻഡേർഡ് വാല്യൂസ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന രണ്ട് ഹാമിൽട്ടോണിയൻ. ഒന്നാമത്തെ ഹൈഡ്രജന്റെ, ഇത് രണ്ടാമത്തെ ഹൈഡ്രജന്റെ. ഓക്കെ, സോ പ്ലസ് ദിസ് ഈസ് അവർ പെർട്ടർബേഷൻ ടേം. ഇതാണ് പെർട്ടർബേഷൻ ടേം എന്നാണ്. അപ്പൊ ഹീലിയത്തെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് അതിന്റെ പെർട്ടർബേഷന് കാരണമാകുന്നത്. സാധാരണ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ക്വാണ്ടം മെക്കാനിക്കലി ഹീലിയം ആറ്റം വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? രണ്ട് ഇലക്ട്രോണുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ. ഓർത്തോണം, അതിന്റെ മാസും കാര്യങ്ങളും, ഹീലിയം ന്യൂക്ലിയസിന്റെ മാസ് ഒക്കെ നമ്മൾ ബോൺ ഓപ്പൻഹൈമർ ഇക്വേഷൻ അപ്രോക്സിമേഷൻ വെച്ചിട്ട് ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മാത്രമല്ല, ഇതൊരു അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ആണ്, നോട്ട് എക്സാക്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആ ഇലക്ട്രോൺ തമ്മിൽ ഇന്ററാക്ഷൻ മാത്രം പരിഗണിച്ചാൽ മതി. ആ ഇലക്ട്രോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഇവിടെ പെർട്ടർബേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന്റെയും വാല്യൂസിന്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഹീലിയത്തിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഒരു സോൾവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി സോൾവഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് വേണം. എന്നാലും നമുക്ക് ഈ ഒരു പെർട്ടർബേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ, ഒരു അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ പ്ലസ് ഡിസ്റ്റർബൻസ് ആയിട്ട് അല്ലെങ്കിൽ പെർട്ടർബേഷൻ ടേം ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇത്
ഓർത്തോണം, നമുക്കറിയാവുന്ന കേസ് ദാറ്റ് ഈസ് h cap psi is equal to E psi. This was Schrodinger wave equation. This Schrodinger equation here, this h cap is h cap 0 plus h cap prime. ഇത് രണ്ടും കൂടി ചേർന്നാണ് h cap. ഓർത്തോണം, നമ്മൾ പരിഗണിക്കുന്നത് ഒരു പെർട്ടർബ്ഡ് സിസ്റ്റമാണ്. ഓക്കെ, ഒരു പെർട്ടർബ്ഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ഒരു പെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ ഹാമിൽട്ടോണിയൻ നമുക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ h cap psi is equal to E psi, where this h cap is equal to h cap naught plus h cap prime. ഓക്കെ, അപ്പൊ ഇവിടെ ആ വ്യത്യാസം എന്ന് പറയുന്നത് സൈയിലുള്ള വ്യത്യാസം. ഓർത്തോണം, psi should be psi 0 plus delta psi. What is this psi 0? അത് നമ്മള് ഓൾറെഡി അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിന്റെ ആ ഒരു പ്രോബ്ലത്തിന്റെ വേവ് ഫംഗ്ഷൻ. ഓക്കെ, നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ ആണ്. അതിന്റെ കൂടെ ഡെൽറ്റ സൈൻ ഇടാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ സ്മോൾ ചേഞ്ച് മാത്രമേ നമുക്ക് ഈ ഒരു പെർട്ടർബേഷൻ മെത്തേഡിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡെൽറ്റ സൈൻ മീൻസ് സ്മോൾ ചേഞ്ച് ഇൻ വേവ് ഫംഗ്ഷൻ ഡ്യൂ ടു സം ഡിസ്റ്റർബൻസ്, ഡ്യൂ ടു സം പെർട്ടർബേഷൻ. അപ്പൊ പെർട്ടർബേഷൻ കാരണം ചെറിയൊരു വ്യത്യാസം വേവ് ഫംഗ്ഷൻ ഉണ്ടാവുന്നു, അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആക്ച്വൽ വേവ് ഫംഗ്ഷന്റെ കൂടെ ഈ ഒരു ഡെൽറ്റ സൈ അതല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് കാരണം ഉണ്ടാകുന്ന വേവ് ഫംഗ്ഷൻ കൂടി ചേർത്താലാണ് നമുക്ക് പെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷൻ കിട്ടുക. സോ ഇറ്റ് ഈസ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് പെർട്ടർബ്ഡ് സിസ്റ്റം, ദിസ് ഈസ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് അൺപെർട്ടർബ്ഡ് സിസ്റ്റം, ആൻഡ് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വേവ് ഫംഗ്ഷൻ ഡ്യൂ ടു പെർട്ടർബേഷൻ, ഡ്യൂ ടു ഡിസ്റ്റർബൻസ്. Okay, similarly, you can put E psi n just for sake, that is n is the state of the system, then En which is equal to En, we can say En0 plus again delta En. സബ്സ്ക്രിപ്റ്റ് ചേർത്ത് ഏത് സ്റ്റേറ്റിലാണ് മാത്രം ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. സോ എനർജി ഓഫ് ദ പെർട്ടർബ്ഡ് സിസ്റ്റം ഈസ് ഈക്വൽ ടു energy of the unperturbed system plus change in energy due to disturbance, due to perturbation. അപ്പൊ നമുക്ക് വേവ് ഫംഗ്ഷൻ ഇങ്ങനെ എഴുതാം, എനർജി ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിംപിളി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡിറൈവ് ചെയ്താല് നമുക്ക് പെർട്ടർബ്ഡ് സിസ്റ്റത്തിന്റെ വേവ് ഫംഗ്ഷനും എനർജി അല്ലെങ്കിൽ ആ കറക്ഷൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആ കറക്ഷൻ കണ്ടുപിടിക്കുന്നത്, ആ കറക്ഷൻ എങ്ങനെ ആഡ് ചെയ്യാം, ഏതൊക്കെയാണ് അതിന്റെ വഴി എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചർച്ച ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.